അനുരാഗവിലോചനായി അതിവേറെ മോഹിതനായി പടിവേളെ നിൽക്കും ചന്ദ്രനോ തിടുക്കം നിനക്ക് വേണ്ടിയത് പല നാളായി താഴെയിറങ്ങാൻ എന്തിനാ തിടുക്കം. എനിക്കെന്തിനാ? നിനക്ക് തരണമെന്ന് തോന്നി എനിക്ക്. നീ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ ഉള്ളത്? അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. നീ തുറന്നു നോക്ക്. പുഴയും മഴയും തഴുകും സികയും പുളകം പതിവായി നിറയെ. അല്ല, എന്താന്ന് വെച്ചാൽ ബേക്കറി ഒക്കെ അടച്ചുപോയി. പിന്നെ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ? അതുകൊണ്ട് കഷ്ടപ്പെട്ട ഞാനത് വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ആക്ച്വലി ഞാൻ ഇതല്ല കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, മറ്റൊന്നായിരുന്നു. പഞ്ച് ബോക്സ്. നീ അത് പഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? അതും ഇപ്പൊ തന്നെ? ഓഫ് കോഴ്സ്, നീ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഐ മീൻ, നീ കാരണം സൃഷ്ടിയെ നീ അർദ്ധരാത്രി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പൊ ഒരു പഞ്ചൊക്കെ തരണ്ടേ മോളെ? ഞാൻ കാരണോ? യെസ്, നീ അല്ലേ സൃഷ്ടിയോട് പറഞ്ഞത് എനിക്ക് അവനോട് സംസാരിക്കണം, അവൻ ഇങ്ങോട്ട് വിളിക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ മോളെ? സത്യമായും നീ പറഞ്ഞിട്ടില്ല. പറഞ്ഞല്ലേ ഞാൻ പറയുന്നേ? അതിന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല. പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. സൃഷ്ടി എന്നോട് പറഞ്ഞു നീ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല. മോളെ, ഇല്ല. പറഞ്ഞു. എന്ത് പറ്റി? അല്ല ചേച്ചി ഇവിടെ എന്താ ചെയ്യുന്ന? ചേച്ചി പോ, എൻജോയ്, ഗോ 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 ഗോ. എന്താ? അല്ല പോ ചേച്ചി. എന്താ നീ പറയുന്നേ? എന്തിനാ ഇത്ര ഉറക്കം നിലവിളിച്ചേ? പോവാൻ പറയുന്നു. എന്താ ഇതിലേക്ക് അർത്ഥം? ശരി ശരി, എഴുന്നേൽക്ക്. എന്തിനാ ഇവിടെ കിടന്നുറങ്ങിയത്? അകത്ത് വന്നിടായിരുന്നോ? ആ റെഡ് കളർ ഡ്രസ് എവിടെ? ചേച്ചി ചേഞ്ച് ചെയ്തല്ലേ? എന്താ? ആ ഇതില് ചട്നി വീണുണ്ടായിരുന്നില്ലേ? എപ്പോ ചട്നി വീണെന്ന്? അത് എന്താ? ഓനോ, ഈ ചട്നി അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഓ, എന്നുവെച്ചാ ഞാൻ സ്വപ്നം കണ്ടതാണോ? അങ്ങനെ എന്ത് സ്വപ്ന നീ കണ്ടത് ഇത്ര ഉറക്കം നിലവിളിക്കാൻ? ഞാൻ സ്വപ്നം കണ്ടത് എന്താന്ന് വെച്ചാ ചേച്ചിയും കിരൺ സാറും ചില്ല് ചെയ്യാ ചേച്ചിയുടെ റൂമില്, വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട്. എന്താ? നിനക്ക് ഭ്രാന്താണോ? ഇത്ര വൃത്തികെട്ട കാര്യങ്ങൾ എങ്ങനെയാ നിന്റെ തലയിൽ ഉണ്ടാകുന്നത്? നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന സൃഷ്ടി? സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ കാണാൻ ഞാനും കിരണം മുറിയില്. ഇങ്ങനെ തന്നെ ചേച്ചി പറഞ്ഞേ. ചീ, അപ്പൊ കിരൺ സാർ എന്റെ സ്വപ്നത്തിൽ ഇങ്ങനെ. മിണ്ടരുത്. നിന്റെ തോന്നിയ ദിവസം പറിച്ചിരുന്ന് നിർത്ത്. നിന്റെ ഈ വേസ്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഡസ്റ്റ്ബിന്നോട് പോയി പറ. എന്റെ ചേച്ചി എവിടെ പോവാ? വേസ്റ്റിന്റെ കാര്യമല്ല, റൊമാൻസിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത് ചേച്ചി. ഏട്ടാ, എന്താ കണ്ടില്ല എന്റെ സ്റ്റാമിന ഇത്ര കൂടിയെന്ന്? ഇന്ന് ഞാൻ കൂടുതൽ വെയിറ്റ് എടുക്കുന്നുണ്ട്. നീ എന്റെ അനിയനല്ലേ, അപ്പൊ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി തന്നെ ചെയ്യണമല്ലോ. മതി, ഈ ടൈം പാസ് ഒരുപാടായി. നീ ഇങ്ങനെ വെയിറ്റ് ലിഫ്റ്റും ചെയ്തോണ്ടിരിക്കാതെ രാവിലെ തന്നെ പോയി പ്രാക്ടീസ് ചെയ്യേ. ഏട്ടാ നിക്ക, നീ എങ്ങോട്ടായി പോന്നെ? ഞാനും കൂടി വരാവുന്നേ. നീ അറിഞ്ഞില്ലേ അമ്മ സെർലാൻഡയുടെ വീട്ടിൽ പോയ കാര്യം? ഇതുവരെ കണ്ടൂല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരും. ഞാനങ്ങോട്ട് വരുന്നില്ല. എന്താ? അത് പിന്നെ അതിന് മാത്രം എന്താടാ സംഭവിച്ചേ? എനിക്കത് പറയാൻ താല്പര്യമില്ല. എന്നോട് ചോദിക്കാൻ വേണ്ട. ദാറ്റ്സ് ഇറ്റ്. എടാ, എന്നോട് പറയാലോ. ഹലോ, എന്റെ മൂത്ത മകനും ഇളയ മകനും. മോം, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്നത്? എവിടെയായിരുന്നു ഇത്രയും നേരം? ഐ റിയലി മിസ് യു മോം. ഓഹോ, രോഹിത്, ഇവനിതെന്താ പറ്റിയത്? ഇന്നിവൻ എന്നെ മിസ് ചെയ്യുന്നൊക്കെ പറയുന്നു. ഇവനോട് എന്തിനാ ചോദിക്കുന്ന മോം? ഞാൻ തന്നെ പറയാതെ. ഇതിന്റെ ഉത്തരം പറയാൻ സാധിക്കാത്ത അത്രയും ചെറുതൊന്നും അല്ല ഞാൻ. ഐ റിയലി മിസ് യു മോം. ഓഹോ, സോ സ്വീറ്റ് ഓഫ് യു. രോഹിത്, നിന്റെ കുഞ്ഞനുജനല്ലേ, ഇവന് നന്നായിട്ട് ശ്രദ്ധിക്കണം മോനെ. ശ്രദ്ധിക്കാനോ? നല്ല വഴക്ക് പറയവൻ. സ്ഥിരമായി എന്നോട് അത് ചെയ്യാറുണ്ട്. മോം വഴക്ക് പറഞ്ഞാലും അതിലൊരു സുഖമുണ്ട്, യുനോ. പക്ഷെ ഇവന്റെ സ്നേഹം പോലും വഴക്കായിട്ട് തോന്നുക. മോമിന്റെ വഴക്ക് എത്ര സുന്ദരാണെന്നറിയോ? റിയലി ബ്യൂട്ടിഫുൾ. ഇവന്റെ മുഖത്തേക്ക് നോക്കിയേ. അമ്മ ഇവ പറയുന്ന ഒന്നും കേൾക്കണ്ട. ഇവനിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മ വന്നേ, ഇവിടെ വന്നിരുന്നേ. അമ്മ ജാനകിന്റെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടിരുന്നു. എന്ത് പറയാനാ രോഹിത്, ജാനകിയുടെ അവസ്ഥ മോശമാണ്. പക്ഷെ സരളയുടെ വീട്ടിൽ വെച്ച് ഇന്ന് സംഭവിച്ചതൊക്കെ അതറിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ വല്ലാതെ ഷോക്ക്ഡാവും. എന്താ? എന്തു പറ്റി?
ഞാൻ ജാനകിയോട് ചോദിച്ചു, എന്താ എന്റെ മക്കൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ശരിയാണോ എന്ന്. എന്താ ഞങ്ങൾ നമ്പ്യാർ ഫാമിലിയുടെ ശത്രുവായി അങ്ങനെ ഏതെങ്കിലും വ്യക്തി ഉണ്ടോ എന്ന് നമുക്ക് ദോഷമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന. ശരിക്കും ജാനകിക്ക് അയാളെ അറിയാമോ? അതൊക്കെ പറയാൻ വേണ്ടിയാണോ അന്ന് ജാനകി ആക്സിഡന്റിന് മുമ്പായി നമ്മുടെ വീട്ടിലേക്ക് വന്നത്? എന്താ അയാൾ തന്നെയാണോ ജാനകിയുടെ ആക്സിഡന്റ് ഉണ്ടാക്കിയതും പിന്നെ സിന്ദൂരം ഹാളിൽ തീപിടുത്തം ഉണ്ടാക്കിയതും ഇയാൾ തന്നെയാണോ? അതെ കിരൺ, രോഹിത്, നിങ്ങൾ ഇത് അറിയുമ്പോൾ ഷോക്കാകുമെന്നും, അതായത് ജാനകി എന്റെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അതെ എന്ന് പറഞ്ഞു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടുപേരും എന്താണോ ചിന്തിച്ചത് അത് ശരി തന്നെയായിരുന്നു. ശരിക്കും നമുക്ക് ഏതോ ഒരു ശത്രു ഉണ്ട്. നമ്മുടെ കുടുംബത്തിന് തകർച്ചയുണ്ടാകാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതോ ഒരാൾ. ഒരു പുതിയ കാര്യം കൂടി പറയാനുണ്ട്. അതായത് ആ വ്യക്തി ഇനി ആരായിരുന്നാലും ശരി, അയാൾ നമ്പ്യാർ കുടുംബത്തിന്റെ മാത്രം ശത്രുവല്ല. അയാൾ ശരിക്കും സരളയുടെ ഫാമിലിയെ തകർക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ മോം ഒരു കാര്യം ചിന്തിച്ചു നോക്ക, അങ്ങനെ ആരാ ഉണ്ടാവുക നമ്മളോട് അവരോടും ശത്രുത ഉള്ളതായിട്ട്? ഐ മീൻ, എനിക്കൊന്നും മനസ്സിലാവുന്നേയില്ല. മോനെ, എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് തലച്ചോറ് തന്നെ മരവിച്ചതുപോലെ തോന്നുന്നു. ഒരു അപകടകരമായ കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താണെന്നാൽ ആ മനുഷ്യൻ ആരായാലും നമ്മളുമായി വളരെ അടുപ്പം പുലർത്തുന്നവരിൽ ഒരാളാണ്. അയാൾ നമ്മുടെ എല്ലാ ഫംഗ്ഷൻസും അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഇൻഫർമേഷൻ എല്ലാം എനിക്ക് തന്നത് ജാനകിയാണ്. കിരൺ മോനെ, നീ അവിടെ ഇരിക്ക്. നോക്ക്, നാളെ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചിടൽ ഫംഗ്ഷനാണ്. നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്ന എല്ലാ ഗസ്റ്റിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഞാനും സരളയും കൂടി ഓരോ ഗസ്റ്റിനെയും കൃത്യമായി നിരീക്ഷിക്കും. കാരണം പ്രീതയുടെ വളയിടലിന് എത്രമാത്രം ഗസ്റ്റ് വന്നിരുന്നോ ഏകദേശം അവരെല്ലാവരും തന്നെ നാളെ നമ്മുടെ വീട്ടിലും വരും. സരളയുടെ കുറച്ച് നെയ്ബേഴ്സ് മാത്രമായിരിക്കും നാളെ വരാതിരിക്കുന്നത്. പക്ഷേ അതത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. ജാനകിയെ എന്തായാലും അവര് നാളെ ഫംഗ്ഷന് കൊണ്ടുവരും. അവൾ നമുക്ക് ആംഗ്യ ഭാഷയിലൂടെ കാണിച്ചു തരും നമ്മുടെ ശത്രുവായ ആ മനുഷ്യൻ ആരാണെന്ന്. ഒരുപക്ഷെ നമുക്ക് ജാനകി കാണിച്ചു തരുന്ന അടയാളത്തിലൂടെ മനസ്സിലാകും ആ കുറ്റവാളി ആരാണെന്ന്. പിന്നെ നമ്മൾ ഇതും മറക്കരുത്, അയാൾ അങ്ങനെ ഒരു ചെകുത്താനാണ് എല്ലാ രഹസ്യങ്ങളും ഒളിച്ചു വെക്കാൻ വേണ്ടി അവരെ വാഹനം കയറ്റി കൊല്ലാൻ ശ്രമിച്ചയാളുമാണ്. അതുകൊണ്ട് നാളത്തെ ഫംഗ്ഷനിൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം അലർട്ടായിരിക്കണം. വരാൻ പോകുന്ന ഓരോ ഗസ്റ്റിലും നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഓക്കെ? അമ്മേ, അമ്മ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. ഓക്കെ? ഡോണ്ട് വറി. ഈ പ്രശ്നം വളരെ സീരിയസ് ആണ് രോഹിത്. നാളെങ്കിൽ നാളെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. എന്റെ ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. സീരിയസ്ലി ചേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശശി, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല അടി വെച്ച് തരും. എന്നെ ഒന്ന് വെറുതെ വിടാമോ? അതെന്തായാലും കൊള്ളാൻ ചേച്ചി, നന്നായിട്ടുണ്ട്. ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയോ എന്റെ സ്വപ്നത്തില്. എന്നിട്ട് ചേച്ചിക്ക് അത് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലല്ലേ? സീരിയസ്ലി ചേച്ചിക്ക് വല്ല ഐഡിയ ഉണ്ടോ ഈ റൂം എത്ര മനോഹരമായിട്ടാ ഞാൻ ഡെക്കറേറ്റ് ചെയ്തതെന്ന്? അതെന്ത് റൊമാൻറ്റിക് പാലസ് ആക്കിയത്. റൊമാൻറ്റിക് അല്ല, അതെന്തിന്? എന്തിനാ നീ സ്വപ്നത്തിൽ മുറി അലങ്കരിച്ചത്? എന്തിനാണെന്നൊക്കെ എന്തിനാ മുത്തശ്ശി ചോദിക്കുന്നേ? എന്റെ സ്വപ്നത്തിൽ കിരൺ സാർ വന്നിട്ടുണ്ടായിരുന്നു പ്രീത ചേച്ചിയെ കാണാൻ. എന്നിട്ട് ഞാനുണ്ടല്ലോ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള പാലസ് തന്നെ ഉണ്ടാക്കി. ഒന്ന് മിണ്ടാതിരിക്കുക. എന്ത് പറയാനാണോ? ഇവിടെ എന്ത് പറഞ്ഞാലും അത് ഫുൾ ഓഫ് നോൺസെൻസ് ആണ് മുത്തശ്ശി. നോൺസെൻസ്. ഒരു മിനിറ്റ്, ചേച്ചിക്ക് കേൾക്കണ്ടെങ്കിൽ ചേച്ചി കേൾക്കണ്ട. പക്ഷെ ഒരു കാര്യം, എന്റെ സ്വപ്നത്തിൽ നടന്നതൊക്കെ, എന്റെ കണ്ണടഞ്ഞിരിക്കുമ്പോ നടന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. മുത്തശ്ശി, ഇവിടെ കണ്ടില്ലേ, വലിയ കുരുത്തം കേട്ടവളാ. സ്വപ്നം കണ്ടിരിക്കുന്നു എന്നെയും കിരണിനെയും ഒരുമിച്ച് ഒരു മുറിയിൽ. എന്ത് പറഞ്ഞോളൂ, മിണ്ടാതിരിക്കും. ഞാനെന്തിനാ ഇവള് പറയുന്ന കേൾക്കുന്നേ? ഞാൻ എന്റെ ജോലി നോക്കട്ടെ. പ്രീത, നീ എന്തിനാ ഇവള് പറയുന്നതൊക്കെ കേക്കാൻ പോകുന്നേ? ആ, വില്ലന്റെ എൻട്രിയാണ്. അതുകൊണ്ടാ ഇവള് സ്വപ്നത്തിൽ നിന്നെയും കിരണിനെയും കണ്ടത്. ഇവൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഈ ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയണം. പിന്നെ മോളെ, നിനക്ക് ആ സമീറിന്റെ ഫോൺ വന്നിരുന്നു. സമീർ വിളിച്ചിരുന്നോ? അത് കൊള്ളാലോ മുത്തശ്ശി. വാലന്റൈൻസ് ഡേ ആണ്, എന്നിട്ട് സമീറിന്റെ ഫോൺ വന്നിരിക്കുന്നു. സൃഷ്ടിക്ക്. അല്ല, സമീർ എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ചെറുമകളുണ്ടല്ലോ, അവളുടെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട്. അവളുടെ തലയ്ക്കകത്തൊന്നുമില്ല, വെറും മന്ദബുദ്ധിയാണെന്ന്. ആ കുരുത്തം കെട്ട് ചെറുക്കന് അവനുള്ളത് ഞാൻ നാളെ കൊടുത്തോളാം. പിന്നെ എനിക്കിന്ന് ആരോടും വെറുതെ സംസാരിക്കാനുള്ള മൂഡൊന്നും ഇല്ല. റിയലി?
ഞാനുണ്ടല്ലോ, ഞാൻ ഫ്രഷ് ആവാൻ പോവാ. നാളെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. മെഹന്തി ഫംഗ്ഷൻ അല്ലേ, എനിക്ക് വേഗം ഉറങ്ങണം. ശരി, ഞാനും ഉറങ്ങാൻ പോകുക. ഗുഡ് നൈറ്റ്, ഹാവ് സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ് മുത്തശ്ശി. ഒരു മിനിറ്റ്, എവിടേക്കാ പോകുന്നേ? 2 മിനിറ്റ് ഇവിടെ ഇരിക്കും. അല്ല, എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പിണങ്ങിയിരിക്കുന്നത്? സമീറിനോട് നിനക്ക് ഇത്രയും ദേഷ്യം വരാൻ കാര്യം എന്താ? കാരണം സമീർ നിന്റെ ഇത്രയും കുറ്റങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ടാണോ, അതോ ഇതുകൊണ്ടാണോ? അവൻ വലിയ മിസ്റ്റേക്ക് ചെയ്തതുകൊണ്ട്? എന്നുവെച്ചാ വാലന്റൈൻസ് ഡേ ആണെന്ന്, നല്ല ദിവസമാണ്, നല്ല ചോക്ലേറ്റ്സ് കൊണ്ടുവരേണ്ടതായിരുന്നു, പൂക്കളും ഗിഫ്റ്റും കൊണ്ടുവരേണ്ടതായിരുന്നു. എന്നിട്ട് അവൻ വെറുതെ ചാണ കാണിക്കുന്നു. അതുകൊണ്ടല്ലേ നിനക്ക് ദേഷ്യം വരുന്നത്? എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. എന്താ? ചേച്ചി എന്റെ സ്വപ്നത്തിനെ പറ്റി ചോദിച്ചതേ ഇല്ലല്ലോ. കിരൺ സാറുമായിട്ട് എന്തൊക്കെയാ നടന്നത്? അയ്യോ ചേച്ചി, ശരി, എന്റെ ടവലെങ്കിലും താ. ഇതാണ് എന്റെ ടവല്. പൊക്കെ അവിടുന്ന്. ബേബി, ബേബി, എന്റെ മോളെ, നീ എന്താ പറയാതിരുന്നത്? നിന്റെ അമ്മ വീട്ടിലുണ്ടെന്ന്. ഞാൻ വളരെ കോൺഫിഡന്റ് ആയി വാതിൽ തുറന്ന് നിന്റെ വീട്ടിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോഴാ മനസ്സിലായത് നിന്റെ അമ്മ വീട്ടിലുണ്ടെന്ന്. പിന്നെ വളരെ കഷ്ടപ്പെട്ട് ഒളിച്ചാ ഞാൻ നിന്റെ റൂമിലെത്തിയത്. എന്താ സന്തോഷായില്ലേ? ഒരു സന്തോഷമില്ല. എന്താ? അതെന്താ? എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. നീ എന്റെ വീട്ടിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. അതുപോലെ എല്ലാവർക്കും നിന്നെ സംശയമാണ്. അഥവാ ബൈ ചാൻസ് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ, നമ്മളെങ്ങനെ ഒരുമിച്ച് കണ്ടാലോ? ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പ്രോബ്ലംസ് നമ്മൾ അതിജീവിച്ചു. ഇനി ഇതുപോലൊരു പ്രോബ്ലത്തിൽ ചെന്നപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അറിയോ ബേബി, ഞാൻ വല്ലാതെ സ്ട്രെസ് ഫീൽ ചെയ്യുന്നു, വല്ലാതെ ക്ഷീണിച്ചതായി തോന്നുന്നു. എന്നുവെച്ചാൽ ആർക്കും ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. നോക്ക്, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളാണ്. ഓരോ സിറ്റുവേഷനെയും സ്വന്തം ഫേവറിലാക്കാൻ വേണ്ടി കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരുന്നു. മണ്ടന്മാരെ വീണ്ടും മണ്ടന്മാരാക്കേണ്ടി വരുന്നു. ആളുകളെ മണ്ടന്മാരാക്കി ഞാൻ സ്വയം എത്രമാത്രം സ്ട്രെസ് ഫീൽ ചെയ്യുന്നു, എത്രമാത്രം ക്ഷീണിക്കുന്നു. ഞാൻ എന്താ പറയേണ്ടത്? എനിവേ, നീ എന്നെ എന്തിനാ വിളിച്ചത്? ബേബി, ഞാൻ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഐ എം സോ ഹാപ്പി. മൈ ഹാർട്ട് ഈസ് ഡാൻസിങ്. നീ കണ്ടില്ലേ, രോഹിത് കിരണിന്റെ മുഖത്ത് തന്നെ അടിക്കുമ്പോ ഐ മീൻ ടു സേ വല്ലാത്ത സന്തോഷം തോന്നി. ഒരു പക്ഷെ കിരൺ സോറി പറഞ്ഞാൽ പോലും ഇത്രയും സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. ഐ തിങ്ക് വി ഷുഡ് സെലിബ്രേറ്റ്. നോ ബേബി, ഇത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ശരിയായ സമയമല്ല ബേബി. അതെന്താ? ആ ജാനകി കിളവി എന്റെ ജീവിതം തന്നെ കുഴപ്പത്തിലാക്കുകയാ. എനിക്കറിയില്ല അവരെന്തിനാ ഇങ്ങനെ അടിക്കടി എനിക്ക് ടെൻഷൻ തന്നുകൊണ്ടിരിക്കുന്നെന്ന്. അവരെ ഞാൻ വെറുതെ വിടില്ല ബേബി. നിനക്കറിയോ, ആ സരളയുടെ കുടുംബവും പിന്നെ കിരണും രോഹിത്തും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ക്യൂരിയസ് ആകുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ ജാനകിയോട് പോയി ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതാരാണ്? ആ സിന്ദൂര ഭാഗ്യ ഹോളിൽ തീപിടുത്ത് ഉണ്ടാക്കിയതാരാണ്? ആ കിളവി അതിനൊക്കെ ഐലാഷസ് അനക്ക് ഉത്തരവ് നൽകുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ ജാനകിയോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഥവാ ഞാൻ അവിടെ എത്തിയാൽ, അപ്പോൾ അഥവാ ആംഗ്യ ഭാഷയിൽ ജാനകി പറഞ്ഞു കൊടുത്താൽ ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന്, അവരുടെ ജീവിതത്തിന് ശരിയായ വില്ലൻ ഞാനാണെന്ന്. എന്നാൽ എന്റെ നിന്റെ എല്ലാ ഗെയിമും തീർന്നു, എല്ലാ പ്ലാനിങ്ങും തെറ്റിപ്പോകും. ബേബി, ഞാൻ കള്ളം പറയല്ല. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ബേബി. നിനക്കറിയോ, എന്റെ ഹേർട്ട് ബീറ്റ്സ് ഫാസ്റ്റ് ആകുന്നു ഞാൻ പിടിക്കപ്പെടുമെന്ന് ചിന്തിക്കുമ്പോ. ലിസൺ, കാം ഡൗൺ, റിലാക്സ്. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ജാനകി പാരലൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അവർക്ക് മുറിയുടെ പുറത്തു വരാൻ പോലും കഴിയില്ല. നീ എത്രത്തോളം അവരുടെ അടുത്ത് അകന്നു നിൽക്കുന്നോ അത്രത്തോളം സേഫാണ് നീ, കേട്ടോ? എനിക്ക് വലിയ തെറ്റാ പറ്റിയത്. ആ കിളവി ജാനകിയെ അന്ന് അവിടെ വെച്ച് തന്നെ കൊന്നുകളയേണ്ടതായിരുന്നു. എനിക്ക് വലിയ തെറ്റ് പറ്റി. ഐ പ്രോമിസ് ഞാൻ ആ സരളയുടെ വീട്ടിൽ പോവില്ല. ഞാൻ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാനും പ്രീതയുമുള്ള വിവാഹം നടക്കുന്നത് വരെ. ഗുഡ് ബോയ്. ഇനി ചില്ലാകോ, നീ റിലാക്സ് ചെയ്യും. നീ മറന്നോ, നാളെ എന്റെ മെഹന്തി ഫംഗ്ഷനാണ്. അയ്യോ അതെ, ഞാൻ ഈ ടെൻഷന്റെ ഇടയിൽ അതങ്ങ് മറന്നുപോയി. നാളെ നിന്റെ മെഹന്തിയാണ് ബേബി. ഐ എം സോ ഹാപ്പി. നിനക്കറിയോ, നിന്റെ മെഹന്തി ഫംഗ്ഷന് ഞാൻ എന്താ ആഗ്രഹിക്കുന്നെന്ന്? എന്താ? ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കയ്യിൽ എന്റെ പേര് മാത്രമേ എഴുതി ചേർക്കാവൂ എന്നാണ്. നിനക്കെന്താ വട്ടാണോ? നീ എന്താ വിചാരിക്കുന്നേ? ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാവരോടും അതെ പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എന്റെ പുന്നു ബേബിയുടെ പേരൊന്ന് എഴുതരുന്ന് ചോദിക്കണോ? അങ്ങനെയാണോ?
എന്താ അതിനെന്താ പ്രശ്നം? നീ വാശി പിടിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ഇന്നുവരെ നിന്റെ എല്ലാ വിഷയം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഞാനും ഒന്ന് നോക്കട്ടെ, ഇത്തവണ അഥവാ ഞാൻ വാശി പിടിച്ചാൽ നീ എന്റെ വാശിയും എന്റെ വിഷയം എങ്ങനെ ഫുൾഫിൽ ചെയ്ത് തരുമെന്ന്. പക്ഷെ മെഹന്തി ഇടുന്നവർ ചെറുക്കന്റെ വീട്ടിൽ നിന്നാ വരുന്നേ. ഞാൻ പിന്നെ ഇങ്ങനെ അവരോട് പറയും? എനിക്ക് അതൊന്നും അറിയണ്ട. ഇന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഷെർലിൻ ബേബി പൃഥ്വിയുടെ വിഷ് ഫുൾഫിൽ ചെയ്യോ ഇല്ലയോ എന്നാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് വാശിയാ, എന്റെ വിഷാണ്. അഥവാ ഇന്ന് നിന്റെ കയ്യിൽ ആരുടെങ്കിലും പേര് എഴുതുമെങ്കിൽ അത് പൃഥ്വിയുടേത് മാത്രമായിരിക്കും. അതാണ് ഈ സമയം ഞാൻ കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. നിന്റെ ഈ വാശി കാണുമ്പോ എനിക്ക് നിന്നോട് സ്നേഹം കൂടുക. അതെയോ? പിന്നെ ഇത് കേക്ക്, നാളെ നിന്റെ വിവാഹത്തിന്റെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തോട് കൂടുതൽ അടുക്കുകയാണ്. നമ്മുടെ പ്ലാനിങ് കറക്റ്റ് ദിശയിലേക്ക് പോവുകയാണ്. എന്റെ ദൈവമേ, ഞാൻ ഇന്നും പിന്നെ ലേറ്റായി. എന്താ ഞാൻ രാവിലെ എണ്ണിക്കാത്ത എന്റെ ദൈവമേ. സതീഷ്, ഇതുവരെ നീ ജോലി തുടങ്ങിയില്ലേ? ഇത്ര നേരം നീ എന്ത് ചെയ്യായിരുന്നു? എനിക്ക് മനസ്സിലായതേ ഇല്ല എവിടെ നിന്നാ തുടങ്ങേണ്ടതെന്ന്. എന്റെ ദൈവമേ, പുതിയതായിട്ടാണോ നീ ജോയിൻ ചെയ്തത്? പറഞ്ഞു തന്നല്ലേ നിനക്ക് എങ്ങനെ ജോലി ചെയ്യേണ്ടതെന്ന്. ഈ ചുമരൊക്കെ എത്ര വലിയ പാച്ച് ആണെന്ന് നോക്കിയേ. ഇത് പെയിന്റ് ചെയ്തേ പറ്റൂ. ഞാൻ ഈ വോളിലൊക്കെ എന്താ ഡിസൈൻ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോഴേക്കും നീ ഈ വോള് പെയിന്റ് ചെയ്യണം പ്ലീസ്. ഞാൻ എന്തൊരു മണ്ടിയാ. ഇന്നലെ തന്നെ വോൾസ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ളതായിരുന്നു. അതെ, ഇതില് വേറൊരു എന്താ നിന്ന് കളഞ്ഞത്? ജോലി എന്ത് ജോലി ചെയ്യാൻ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, നീ എത്ര വലിയ മണ്ടിയാണെന്ന് തെളിച്ചുകൊണ്ടിരിക്കായിരുന്നില്ലേ? നല്ല രസമായിരുന്നു. പക്ഷേ നീ നിന്റെ പുലമ്പൽ ഇത്ര പെട്ടെന്ന് നിർത്തിക്കളഞ്ഞ എന്താ? നീ വീണ്ടും തുടങ്ങിയല്ലേ? എനിക്കിപ്പോ തമാശ പറയാൻ യാതൊരു മൂഡും ഇല്ല. പിന്നെ മുത്തശ്ശി പറഞ്ഞല്ലോ ഇന്നലെ നീ ഫോൺ ചെയ്തിരുന്നു. അതെ, ആ സൃഷ്ടി, ഞാൻ ഇത് പറയാനാ നിന്നെ വിളിച്ചത്. നിന്റെ ബുദ്ധി എത്രമാത്രം ഷാർപ്പാണെന്നാ. അല്ലെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓ ഹലോ, മതിയാക്ക്. കാൽക്കുലേഷന്റെ കാര്യത്തിലൊക്കെ ഞാൻ നമ്പർ 1 അതുപോലും അറിയത്തില്ല. അത് ശരി, ഇത്രയ്ക്ക് കോൺഫിഡൻസോ? ഓഫ് കോഴ്സ്, കാരണം ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നത് കാൽക്കുലേറ്റർ വെച്ചാ. എന്തു പറ്റി? അതെ, ആളുകൾ പറയാറുണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ ഗണിതത്തിൽ ദുർബലകളായിരിക്കും. കണക്ക് വിട്ടേക്ക്. സുന്ദരിയാണല്ലോ പറയാൻ വന്നേക്കുന്നു. അതെ, സുന്ദരികളല്ല, എല്ലാ പെൺകുട്ടികളും മാത്സിൽ വീക്ക് തന്നെയാ. അത് മനസ്സിലാക്കുക. അതൊന്ന് നിർത്തിക്ക്. എന്റെ മര്യാദക്ക് പോക്കോ, അല്ലെങ്കിൽ നിന്റെ ചീത്തപ്പേര് മുഴുവൻ ഞാൻ എണ്ണാൻ തുടങ്ങും. വേണോ? വേറെ ഒരു മണ്ടൻ ചെക്കൻ, പൊട്ടനായ സമീർ വേണോ? ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഒരു ഇടി വെച്ച് തന്നാലുണ്ടല്ലോ. എന്നാ പിന്നെ അങ്ങ് കൊന്നോ, അങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുമല്ലോ. എന്നാലും ഞാൻ സത്യത്തെ ഉപേക്ഷിക്കില്ല. ആ മാസിൽ അങ്ങനെ സംഭവിച്ചോണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇതെന്താ, നീ വലിയ സിംഹിണിയാണെന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്? എന്നിട്ട് ഇത്രയും നിന്നെ കൊണ്ട് സാധിക്കല്ലോ? ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഏതോ ചെറിയ കുട്ടി ഒന്ന് എന്നെ തോണ്ടിയിട്ട് പോയ പോലെ. അടിക്കുവാണെങ്കിൽ നന്നായിരിക്കുന്നത്. എന്താ ചെയ്യുന്നത്? യാ, അയ്യോ സോറി, എന്നോട് ചലഞ്ച് ചെയ്തിട്ടല്ലേ. സോറി, നിനക്ക് പറ്റിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? വണ്ടിയാക്കിയില്ലേ? പിന്നെ വണ്ടിയാക്കിയില്ലേ? ഒരു അടിയും കൂടെ വെച്ചല്ലോ. നീ എന്നെ തുടങ്ങിയത് വല്ല കാര്യമുണ്ടോ? കളിയാക്കാൻ വന്നേക്കുന്നു. മലർവാക മണിമേഘ. ഓ മൈ ഗോഡ്, ഈ വീട്ടിൽ ഇതെന്തൊക്കെയാ നടക്കുന്നേ? ഇവള് വല്ലാതെ പരിധി വിടുകയാണല്ലോ. ഇവളെ ഇന്ന് ഞാനൊരു പാഠം പഠിപ്പിച്ചു അടങ്ങും. ഇല്ല, വഴക്ക് പറഞ്ഞതുകൊണ്ടോ ഇൻസൾട്ട് ചെയ്തതുകൊണ്ടോ ഒന്നും ഈ പെണ്ണിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിന് പെർമനന്റ് ആയി ഒരു പരിഹാരം കണ്ടുപിടിച്ചേ മതിയാകൂ. കിരണ ഒന്ന് വിളിച്ചു നോക്കാം. അറിയില്ല എന്നോടാണോ ദേഷ്യം അതോ അവനോടാണോ എന്ന്. പാവം, വീണ്ടും അവൻ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇവളെന്തിനാ വിളിക്കുന്നേ? ഓ, ഇപ്പൊ തുടങ്ങും വഴക്കു.
ഒരു വിവരവുമില്ല. പിന്നെ ഒരു സിറ്റുവേഷനും എങ്ങനെ ഡീൽ ചെയ്യണമെന്നും അറിയില്ല. എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നെ കൊണ്ട് വയ്യ ഇപ്പൊ അതിന്. അവളുടെ ഓരോ മണ്ടത്തരം കേൾക്കാനായിട്ട് എന്നെ കൊണ്ടങ്ങ് വയ്യ. ഫോൺ കട്ട് ചെയ്തല്ലോ. ഫോൺ കട്ട് ചെയ്തെന്ന് വെച്ചാ ഫോൺ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോ അറിഞ്ഞുകൊണ്ട് കട്ട് ചെയ്തതാ. ഇതെന്നാ ഇങ്ങനെ? ഞാനെന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത്? ചിലപ്പോ അവൻ എന്തെങ്കിലും ജോലിയിൽ തിരക്കിലായിരിക്കും. ഇനി ചിലപ്പോ അവന് പ്രാക്ടീസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാകും ഫോൺ എടുക്കാത്തത്. അതൊന്നും സാരമില്ല. രോഹിത് ഏട്ടനോടൊന്ന് സംസാരിക്കും. അദ്ദേഹത്തിന് എന്തായാലും അറിയാമായിരിക്കുമല്ലോ. ഗുഡ് മോർണിംഗ് പ്രീത. എന്തുണ്ട് വിശേഷം? ആ രോഹിത് ഏട്ടാ, ഞാൻ സുഖായിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ അത്? പൃഥ്വി വീട്ടിൽ വന്നിട്ട് മോളിലെ കാര്യങ്ങളൊന്നും പറഞ്ഞതേയില്ല. അപ്പോ എല്ലാം ശരിയായി. ഗുഡ്. താനെന്ന് മെഹന്തി ഫംഗ്ഷൻ വരുമല്ലോ അല്ലേ? ആ, ഞങ്ങള് വൈകുന്നേരത്തോടെ വരും. പക്ഷെ സൃഷ്ടി അവള് നേരത്തെ എത്തും. പിന്നെ രോഹിത് ഏട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതിനെന്താ, ചോദിച്ചോളൂ. അല്ല, കിരൺ എന്താ ഇപ്പോ പ്രാക്ടീസിന് പോയിരിക്കുവാണോ? അല്ല, ഞാൻ ചോദിച്ചത്, ഞാൻ ഫോൺ ചെയ്തിരുന്നു പക്ഷെ എടുത്തതേ ഇല്ല. അതുകൊണ്ടാ. ഐ ഡോണ്ട് തിങ്ക് സോ. ഇന്ന് പ്രാക്ടീസിന് എന്ത് പറ്റിയെന്ന് ചിലപ്പോ അവൻ കിടന്ന് ഉറങ്ങിയിരിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കും തന്റെ ഫോൺ എടുക്കാത്ത. എനിത്തിങ് സീരിയസ്? പക്ഷെ ഇന്നല്ല, ഞാൻ ഇന്നലെ മുതലേ ഫോൺ ചെയ്തോണ്ടിരിക്കുക. ഒരു കോളും എടുത്തിട്ടില്ല. അതാണോ? ഓക്കെ. ഐ തിങ്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ എന്താ തന്റെ ഫോൺ എടുക്കാത്തതെന്ന്. അവൻ വിചാരിച്ചിട്ടുണ്ടാവും താൻ വിളിക്കുന്നത് വഴക്ക് പറയാനാണെന്ന്. എന്താ മറുപടി പറയേണ്ടെന്ന് അവനറിയില്ല. എനിക്ക് 100% ഷുവർ ഉണ്ട് അതുകൊണ്ടാ ഫോൺ എടുക്കാത്തതെന്ന്. അയ്യോ, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചത് പോലും ഇല്ല. എന്നാ രോഹിത് ഏട്ടാ, അത് പ്ലീസ് ഒരു പ്രാവശ്യം ഞാൻ കിരണിനോടൊന്ന് സംസാരിച്ചോട്ടെ? ഞാനതിന് ഉറപ്പായ അവസരം ഉണ്ടാക്കും. തമാശ എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് വളരെ സ്ട്രോങ് ആണ് പ്രീത. അത് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരെയല്ലേ. അപ്പൊ പിന്നെ പേഴ്സണലായിട്ട് അവനോട് സംസാരിക്കാമല്ലോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ വൈകുന്നേരം വരുമല്ലോ, അപ്പൊ സംസാരിച്ചോളാം. താങ്ക് യു. ബൈ. ബൈ. ഈ കിരണിന്റെ കാര്യം ഒരു വിചിത്ര ജീവി തന്നെയാണ്. ഐ മീൻ, ഹി ഈസ് സോ വിയർഡ് ആൻഡ് സോ ക്യൂട്ട്. ഒന്ന് സംസാരിച്ചാലോ? മനസ്സ് വല്ലാതെ കൊതിക്കുക. പക്ഷെ വേണ്ട, എനിക്ക് സംസാരിക്കണ്ട. എടി പാവയ്ക്കേ, എന്തിനാ ഞാൻ അവളെ പാവയ്ക്കെന്ന് വിളിക്കുന്നേ? അവൾ സ്വീറ്റ് അല്ലേ? എപ്പോ പ്രശ്നങ്ങളിൽ പെട്ടാലും അവളെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എന്നെ കെയറും ചെയ്യാറുണ്ട് അവള്.